സർ, സ്റ്റാർ കാൻഡിഡേറ്റുകൾ അതായത് കേരളത്തിലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും പ്രമുഖരായ നേതാക്കളുള്ള അവരവരുടെ മണ്ഡലങ്ങൾ, അത്തരത്തിൽ സ്റ്റാർ കാൻഡിഡേറ്റുകൾ ഇവരെ അതാത് മണ്ഡലങ്ങളിൽ തന്നെ ക്യാമ്പയിനു വേണ്ടി നിർത്തുക എന്ന് വെച്ചാൽ അതാത് മണ്ഡലങ്ങളിൽ തന്നെ ഒന്നുകിൽ ഇവരെ സ്ഥാനാർത്ഥിയായി നിർത്തുക എന്നതാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത, അല്ലെങ്കിൽ ആ രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. തളിപ്പറമ്പിൽ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. അതേപോലെ ശൈലജ ടീച്ചറെ പേരാവൂരിൽ നിർത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ വരുന്നത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണ്. യഥാർത്ഥത്തിൽ രണ്ട് കൂട്ടരും, അല്ലെങ്കിൽ ബി.ജെ.പി ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും ഈ തരത്തിൽ യഥാർത്ഥ തെരഞ്ഞെടുപ്പിന്റെ പൾസ് അറിഞ്ഞ് കളിക്കുക എന്ന് നമ്മൾ പറയില്ലേ, ആ രീതിയിലേക്ക് കളം മാറ്റുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും? സ്റ്റാർ കാൻഡിഡേറ്റുകൾ അതാത് മണ്ഡലങ്ങളിൽ തന്നെ തുടരുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രത്തോളം ഗുണകരമാകാനാണ് സാധ്യത? അത് അതിനകത്തിലെ ഒരു ശരിയുണ്ട്. പിന്നെ ഇത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയത്തില്ലേ, സിംഹങ്ങളെ അതിന്റെ മടയിൽ ചെന്ന് ആക്രമിക്കുക എന്ന് പറയും. അതാണ് നമ്മുടെ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. സിംഹങ്ങളെ മടയിൽ ചെന്ന് തന്നെ അതിനെ ആക്രമിക്കണം, എന്നെങ്കിലേ അതിനെ നിർവീര്യമാക്കുകയോ കീഴ്പ്പെടുത്താനോ സാധിക്കുക എന്നുള്ളത്. ആ ഒരു തന്ത്രം പയറ്റുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കേരളത്തില് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. മറ്റും നമ്മൾ നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. LDF UDF അവര് ചില നേതാക്കന്മാരുടെ, അതായത് VVIP മണ്ഡലങ്ങളിൽ ചില ധാരണകളൊക്കെ ഉണ്ടാക്കിയ ശേഷം അത്തരത്തിലുള്ള താരപ്രചാരകന്മാരെ വലുതായിട്ട് ഉപദ്രവിക്കത്തില്ല, അവർക്ക് മറ്റു മണ്ഡലങ്ങളിൽ പോയി പ്രചാരണം നടത്താനുള്ള അവസരവും സമയവും ഒക്കെ കൊടുക്കും. ഒരു പക്ഷെങ്കിൽ കുറച്ചൊക്കെ ദുർബലരായ സ്ഥാനാർത്ഥികളെ ആയിരിക്കാം അത്തരം മണ്ഡലങ്ങളിലേക്ക് എല്ലാ പാർട്ടികളും, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും ചെയ്യുന്നതെന്നൊക്കെ ചില ആരോപണങ്ങളും കുറച്ചൊക്കെ സത്യവും ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ കുറച്ചൊക്കെ സത്യവും ഉണ്ടായിരുന്നതാണ്. അപ്പൊ അങ്ങനെ ഉള്ള മണ്ഡലങ്ങൾ അത് അങ്ങനെ വിടണ്ട എന്നുള്ളതാണ്. അത് അങ്ങനെ വിടണ്ട എന്നുള്ള ലക്ഷ്യം BJP-ക്കാണ്. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 15 മുതൽ 20% വോട്ടുള്ള പാർട്ടിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു വികാരങ്ങളും പ്രശ്നങ്ങളും ഇല്ല. ഇപ്പൊ ആന്റി ഇൻകംബൻസി ഫാക്ടർ അത് കേരളത്തിൽ ബാധിക്കുന്ന രണ്ട് മുന്നണികളേ ഉള്ളൂ. ഒന്ന് LDF-നെ ബാധിക്കാം, നിലവിലിപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ മുമ്പ് അതിനെ UDF-നെ ബാധിക്കാം. അതായത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഈ രണ്ട് മുന്നണികൾക്കും മാത്രം ബാധകമാണ്. കാരണം കേരളം ഭരിച്ചിട്ടുള്ളത് ഈ രണ്ട് മുന്നണികളുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.